friends, I am Rose Collections Thrissur. ഇന്നത്തെ വീഡിയോ നെറ്റ് കോട്ടയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഫുൾ സെറ്റുകളാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റുകൾ. വിത്ത് പ്രൈസ് റേഞ്ച് നമ്മൾ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറേ പേർക്ക് ഒരു സംശയമുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പർച്ചേസ് ലെവൽ. സ്ക്രീൻഷോട്ട് എടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്തിട്ട് അവൈലബിൾ ആണെന്ന് ചോദിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജസ് എന്തായാലും എല്ലാ കസ്റ്റമേഴ്സിനും റീഡ് ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ സ്ഥിരം എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണ് അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബുക്കിങ്ങിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ചോദിച്ചിട്ടൊരു 10 മിനിറ്റിലൊക്കെ ചില പീസുകൾ ബുക്കിംഗ് ആയി പോകാറുണ്ട്. അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. എടുക്കണവരാകുമ്പോൾ അവർക്ക് അറിയാമല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ബുക്കിംഗ് ചെയ്യാണ്. പേയ്മെൻ്റ് ഒരു രീതി എങ്ങനെയാണെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ്, അല്ലെങ്കിൽ അക്കൗണ്ട് പേ. ഈ 3 പ്രൊസീജിയേഴ്സിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിടുക. അപ്പോൾ നമ്മൾ അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്ന് മെസ്സേജ് വരും. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റിലേക്ക് പോകും. ഗൂഗിൾ പേ നമ്പർ ഞാൻ വാട്സാപ്പിൽ തന്നെ മെൻഷൻ ചെയ്യാം. പക്ഷേ എന്നോട് ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ മെസ്സേജിൽ ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അതേ പീസ് അറ്റ് എ ടൈം 2 3 ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റീഫണ്ടും കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എന്നാലാണ് നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റുക. പിന്നെ നമുക്ക് തൃശ്ശൂരാണ് ഷോപ്പ് ഉള്ളത്. തൃശ്ശൂർക്ക് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ വീഡിയോസിലുള്ള പ്രൊഡക്ട്സ് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ ആ പീസസ് നമുക്കിവിടെ അവൈലബിൾ ആവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പുതിയ പീസസ് കാണിക്കാത്തത് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കുറച്ചുകൂടി ഉപകാരമായി. പിന്നെ നമ്മൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തതിന് ഞാൻ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു പറയുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വളർന്നേക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരലും. അതുപോലെ തന്നെ 7 days ആണ് നമ്മൾ സ്പീഡ് പോസ്റ്റിന് ടൈം പറയാറ്. അതിന് മുമ്പ് അവൈലബിൾ ആണെങ്കിൽ ഒരു മെസ്സേജ് അയക്കും, റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജസ് അയച്ചിട്ടുള്ളൂ. നമ്മൾ ഫ്രീ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് എന്തായാലും റിപ്ലൈ അയക്കും. സോൾഡ് ഔട്ട് പീസുകളാണെങ്കിലാണ് നമ്മൾ മെസ്സേജ് അയക്കാതിരിക്കുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിയർ എന്ന് വെച്ചാൽ പഴയ വീഡിയോസിനൊക്കെ ഫോട്ടോസ് അയച്ചു വരുമ്പോൾ സോൾഡ് ഔട്ട് പീസുകളായിരിക്കും ഭൂരിഭാഗം. അപ്പോൾ നമ്മൾ റിപ്ലൈ ചെയ്യാറില്ല. അവൈലബിൾ ആണ്, ചെക്കൗട്ട് ചെയ്തിട്ട് പീസ് അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ മെസ്സേജ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് പീസ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ പോയിന്റ് കളറാണ്. മോണോട്ടോണിലാണ് ഈ ഫുൾ സെറ്റ് നിൽക്കുന്നത്. ഫുള്ളി അടിപൊളിയായിട്ടുള്ള ചെസ്റ്റ് വർക്കാണ്. സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു പീസാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. 2.5 meters ഫുൾ ലെങ്ത് ആണ് വരുന്നത്. അതുപോലെ തന്നെ വൺ സൈഡ് ഫുൾ ഹെവി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് ടെക്സ്ചർ വരുന്നത്. സീക്വൻസ് കട്ട് ബീഡ് വെച്ചിട്ട് ആരി വർക്കിലാണ് ചെയ്തു പോയിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് ഓർഗൻസയിലാണ്. ഇതേപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല നീളം വീതിയുണ്ട്. 2.5 meters ദുപ്പട്ട ഉണ്ടായിരിക്കും. ബോട്ടം പീസ് വരുന്നത് ഈ ഒരു പീസാണ്. കോട്ടണിലാണ് വരുന്നത്. ഓക്കെ, 2 meters ആണ് ബോട്ടം പീസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. പ്രൈസ് റേഞ്ച് വരുന്നത് 1750 ആണ്. ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1750 ആണ്. ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഇതേപോലെയാണ് ഫുൾ വർക്ക്. നമുക്ക് ഇത് ഏകദേശം ഇത്രത്തോളം ലെങ്ത്തിൽ വരുന്നുണ്ട്. ദുപ്പട്ടയായാലും വളരെ ക്ലാസി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ. നല്ല ലെങ്ത് ഉണ്ട്. ഇതേപോലെ നമുക്ക് വേറെ പീസസിൻ്റെ ഒപ്പം ക്ലബ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് പീസ് വരുന്നത് ഓർഗൻസയുടെ ഒരു മെറ്റീരിയലാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. തീരെ ബ്രൈറ്റ് അല്ല, നല്ലൊരു ടോണാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ടോപ്പിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഹെവി വർക്കാണ്. ഇതേപോലെ ഓർഗൻസ മെറ്റീരിയൽ. ബാക്ക് സൈഡ് ഫുൾ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് ഈ മെറ്റീരിയൽ വരാം. ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ നല്ല വീതിയിൽ വർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു പോർഷൻ എടുത്തിട്ട് സ്ലീവ്സിന് കൊടുക്കാം. ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ലൈനിങ് ആയിട്ടായാലും സ്ലീവ്സിൽ അവൈലബിൾ ആയിരിക്കും. ടോപ്പ് പോർഷൻ ഇതേപോലെ വരും. ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും വൺ സൈഡ്. ഓക്കെ, 2 സൈഡും നമുക്ക് ബോർഡർ വരുന്നുണ്ട് ഈ ദുപ്പട്ടയ്ക്ക്. ഇത്തിരി പാർട്ടി വെയർ ആണ് ഡ്രസ്സ്. ഇങ്ങനെ വരും ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ബോട്ടം വരുന്നത് 2 meters ആണ്. സെയിം ടോണിൽ സോഫ്റ്റ് സിൽക്കിലാണ് വരുന്നത്. സോഫ്റ്റ് സിൽക്ക് അല്ല, നല്ലൊരു എന്താ പറയുക മെറ്റീരിയൽ, പേര് എനിക്കറിയില്ല. നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത്. വളരെ ക്ലാസ്സി ആയിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓർഗൻസ് ഇപ്പോൾ നല്ല ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ പീസ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് ഈ പീസിൻ്റെ 2200 ആണ്. അപ്പോൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ബുക്കിങ്ങിലേക്ക് പോവാം. നെക്സ്റ്റ് പീസ് വരുന്നത് നെറ്റ് കോട്ട മെറ്റീരിയലാണ്. ഫുള്ളി എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു പീസാണ്. ഒരു പ്രത്യേക ഗ്രേ പോലെ നമുക്ക് തോന്നിക്കും, പക്ഷേ ഗ്രേ അല്ല, കറക്റ്റ് കളറ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. 2.5 meters ഫുൾ ലെങ്ത് ഉള്ള ടോപ്പാണ് ഇത്. നമുക്ക് യോക്കേരിയേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ താഴത്തേക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേപോലെ 2.5 മീറ്റേഴ്സ് ആണ്. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക. ഫുള്ളി വർക്ക് ഈ ഒരു മൾട്ടി കളറിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇതേപോലെ സോഫ്റ്റ് നെറ്റ് കോട്ടയമേ ഫുള്ളി എംബ്രോയിഡറി ആണ് വർക്ക് ചെയ്ത് പോയിക്കുന്നത്. നല്ലൊരു ക്ലാസി പീസാണ്. ദുപ്പട്ടയുടെ ഒരു ഓവറോൾ വ്യൂ ആണിത്. വൺ സൈഡായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇതേപോലെ വരും. ഇതാണ് ടോപ്പിൻ്റെ ഒരു ലുക്ക് വരിക. ദുപ്പട്ട വരുന്നത് നമുക്ക് ഇതന്നെ സോഫ്റ്റ് നെറ്റ് കോട്ടയിലാണ് വരുന്നത്. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മേത്ത് ഒഴുകി കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് വരിക. 2.5 മീറ്റേഴ്സിൻ്റെ ആയിരിക്കും. ബോട്ടം പീസ് ഇതുപോലെ 2 മീറ്റേഴ്സിൽ വരും. ഇതേപോലെ ഫുൾ റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. ലോങ് വ്യൂ ഇങ്ങനെയാണ് വരിക. ഈ മെറ്റീരിയലിൻ്റെ നെറ്റ് കോട്ടയാണ്. അത് ഇച്ചിരി സ്റ്റാർച്ച്ഡ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റിഫ്നെസ്സിൽ നിൽക്കുന്നത്. പക്ഷേ ഷാംപൂ വാഷിന് ശേഷം നല്ലോണം സോഫ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലുക്ക്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ടോപ്പ് ഭാഗത്തല്ലാതെ താഴത്തേക്കായിട്ടായാലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. 1650 ആണ് പ്രൈസ് റേഞ്ച്. നെക്സ്റ്റ് പീസ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതേപോലെയാണ് ഇതിൻ്റെ ലുക്ക് വരാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പീസാണ്. ദുപ്പട്ടയിൽ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് നെറ്റ് കോട്ടയിലാണ് വരുന്നത്. ഫുള്ളി എംബ്രോയിഡറി ആണ്. ദുപ്പട്ടയമേ ഫുൾ എംബ്രോയിഡറി ആണ്. ബോട്ടം പീസ് ഇങ്ങനെയാണ് വരാം. ആർട്ട് സിൽക്കിൽ 1650 ആണ് പ്രൈസ് റേഞ്ച്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിടാം. നെക്സ്റ്റ് പീസ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ്. ഹെക്കോബ മെറ്റീരിയലാണ്. ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഇതിന് ഫുള്ളി ഡാർക്ക് നേവി ബ്ലൂവിൻ്റെ എംബ്രോയിഡറി ആണ് ചെയ്ത് പോയിരിക്കുന്നത്. ഇതേപോലെയാണ് ഫുൾ യോക്കിൽ അത്യാവശ്യം ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ ഓർഗൻസയിലാണ്. ഫുള്ളി എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ഫുൾ എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുള്ള ഒരു പീസാണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക്. ഇതേപോലെ ബോട്ടം പീസ് വരുന്നത് കരിനീല ഡാർക്ക് നേവി ബ്ലൂവിലാണ് വരുന്നത്. 2200 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഫുള്ളി യോക്കിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സീസണിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പീസാണ്. നെക്സ്റ്റ് പീസ് വരുന്നത് നെറ്റ് കോട്ടയിൽ തന്നെ ഫുള്ളി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഡാർക്ക് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഫുള്ളി ഇതുപോലെ എംബ്രോയിഡറി ആണ് ഇതിന് ചെയ്ത് പോയിരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് സിമ്പിളായിട്ടുള്ള ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരാം. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പ് മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു പ്രത്യേകതയുള്ള പ്യുവർ വൈറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇത് ഹെക്കോബ മെറ്റീരിയൽ മോഡലാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. വീഡിയോയിൽ എത്ര ക്ലിയർ ആവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതേപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറച്ചൊരു ട്രാൻസ്പെറൻസി ഉള്ള ഒരു പാറ്റേൺ ആണ്. ഇതേപോലെ കാണപ്പെടും. നല്ല ഭംഗിയുള്ളൊരു പാൻറ്റായിട്ടോ സിഗരറ്റ് പാൻറ്റൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ലൊരു ഓവറോൾ ലുക്ക് വരുന്ന ഒരു പാറ്റേണാണ്. ദുപ്പട്ടയായാലും വരുന്നത് നെറ്റ് കോട്ടയിലാണ്. ഇതേപോലെ നല്ല ഇപ്പോൾ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് നെറ്റ് കോട്ട കുറച്ച് സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് വരിക. വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഒരു ലുക്ക് വരും. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരാം. സ്റ്റാർച്ച്ഡ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇതേപോലെ ഫുള്ളി സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഷോൾഡർ വിഭാഗത്ത്. അതുപോലെ തന്നെ ഫുൾ എംബ്രോയിഡറിയും ചെയ്ത് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനെ പെയർ ചെയ്തേക്കുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 1950 ആണ്. ബോട്ടം ഞാൻ പറഞ്ഞു ഹെക്കോബ മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് വരുന്നത്. 1950 ആണ് സെറ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് അതിൽ തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ഇതും വളരെ ലവ്ലി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഫുൾ ലെങ്ത്ത് 2.5 മീറ്റേഴ്സ് ആണ് നമുക്ക് ഫുൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വരാം. അടിയിൽ ഇതുപോലെ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ കിടക്കും. നല്ല ഭംഗിയുള്ളൊരു പീസാണ്. ദുപ്പട്ട വരുന്നത് ഫുള്ളി സ്റ്റാർച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ പൊന്തി നിൽക്കുന്നത്. ആഫ്റ്റർ വാഷ് സ്റ്റാർച്ച് പോയി കഴിയുമ്പോൾ നന്നായി ഒതുങ്ങും. ബോട്ടം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെക്കോബ മെറ്റീരിയലാണ്. ഉള്ളിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നേ കണ്ടോ. ഹെക്കോബയുടെ പാൻസ് ആണ് വരുന്നത്. ഇപ്പോൾ സിഗരറ്റ് പാൻറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പിലാസോ തന്നെ ടൈപ്പ് പിലാസോ അതൊക്കെ അടിച്ചാലും ആങ്കിൾ ലെങ്ത് ഒക്കെ ഭംഗിയുണ്ടായിരിക്കും. ഇതേപോലെ 1950 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇതിൽ ഒരു സംഭവം ഉള്ളത് ദുപ്പട്ടയമേ 2 സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട അത്യാവശ്യം ലെങ്ത്തിൻ്റെ 2.5 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് ക്ലോസപ്പ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൻ്റെ ഒരു പീസാണ്. നല്ലൊരു ചില്ലി റെഡ് കളറാണ്. ജോർജറ്റ് മെറ്റീരിയലാണ്. ഇതേപോലെ ക്രോസ് സ്റ്റിച്ചിൽ വർക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു പാറ്റേണാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. യോക്ക് ഏരിയയിൽ അത്യാവശ്യം ഹെവി ആയിട്ട് വർക്ക് വരും. ചില്ലി റെഡ് കളറാണ്. ഇതേപോലെ ദുപ്പട്ടയമേ ഫുൾ എംബ്രോയിഡറി വിത്ത് ലേസാണ്. ഇതും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പീസാണ്. 1550 ആണ് റേഞ്ച് വരിക ടോപ്പിൻ്റെ സെറ്റിൻ്റെ. ബോട്ടം വരുന്നത് സാന്തൂൺ മെറ്റീരിയലാണ്. 4 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 2.5 മീറ്റേഴ്സിൻ്റെ ബോട്ടം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ലൈനിങ്ങിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്ന് വെച്ചാൽ ക്രൈപ്പ് ലൈനിങ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും. 1550 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് പീസ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്.
ഇതേപോലെ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ്. ക്യാമറയിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതിൻ്റെ കളറ്, പക്ഷേ ഒരു നല്ല അട്രാക്റ്റീവ് ഷെയ്ഡ് തന്നെയാണ്. ഇതേപോലെ ഫുള്ളി വർക്കാണ്, ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫ്ലവേഴ്സാണ് തോന്നുന്നത്, റോസസിൻ്റെ ഒരു ലുക്കിൽ. ദുപ്പട്ട വരുന്നത് ഇതേപോലെ സോഫ്റ്റായിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കണം ദുപ്പട്ട. ബോട്ടം ഇതുപോലെ തന്നെ 4 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 1550 ആണ് പ്രൈസ് റേഞ്ച്. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.